കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുട്ടികളോട് ഞാൻ ജേർണലിംഗ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി. ഞാൻ ചെയ്യാത്തൊരു കാര്യം അവരോട് സംസാരിക്കുന്നത് തെറ്റല്ലേ? ഇത് ഞാൻ 2024 ചെയ്തുകൊണ്ടിരുന്ന എന്റെ ജേർണലാണ്. ഇതിന് കംപ്ലീറ്റ് ഒരു ജേർണലിന്റെ സ്ട്രക്ചർ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഇതിനെ ഒരു ജേർണലായിട്ടാണ് കണ്ടിരുന്നത്. ഇതിൽ പല കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇത്തവണ ഞാൻ എന്റെ ഉദ്യമം മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2025 ഞാനൊരു ജേർണൽ ഉണ്ടാക്കാൻ പോവാണ്. അതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജേർണലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 500 രൂപ തൊട്ട് അല്ലെങ്കിൽ 700 രൂപ തൊട്ട് മേപ്പോട്ടായിരിക്കും. അതില് മിക്ക സ്ട്രക്ചേഴ്സും നമ്മുടെ പ്ലാൻസിനനുസരിച്ച് വരണം എന്ന് പോലും ഉണ്ടാവില്ല. ഒരു തൊഴിൽ രഹിതയായിട്ടുള്ള ഞാൻ എന്റെ അമ്മ എനിക്ക് തന്ന പോക്കറ്റ് മണിയിൽ നിന്നും 150 രൂപ മാറ്റി വെച്ചിട്ടാണ് ഈ കട്ടിയുള്ള ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഈ ബുക്കിനെ ഞാൻ ഒരു പേഴ്സണൽ ജേർണലായിട്ട് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ജേർണലിംഗ് ചെയ്തു തുടങ്ങിക്കോ. ഓക്കെ, അപ്പൊ ചുമ്മാതിരിക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് സമയം പോകാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ പറ്റും. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ കയറുക, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ കണ്ടുപിടിക്കുക, അത് ഇതുപോലെ വരയ്ക്കുക. കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.